ഒരു ഭരണസമിതിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 36 പേരുടെ അല്ലെങ്കിൽ നഗരസഭ ചെയർമാൻ മാത്രം അവിടെ ഇരിക്കുന്നില്ലല്ലോ. ആ 36 പേര് പറയുന്നത് ആരെ പറയുന്നത് ശരിയെന്ന് വെച്ചാൽ ശരിയെന്ന് അംഗീകരിക്കണം. അല്ലാണ്ട് ഒരു പ്രതിപക്ഷത്തെ ഒരാൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അംഗീകരിക്കാണ്ടിരിക്കേണ്ടതില്ല. ഇനിയായാലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ 8 പേരും ഓണറേറിയം തരാം. ബാക്കി നിങ്ങളുടെ 28 പേരും അപ്പൊ 36 പേര് ഓണറേറിയം പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും തരാണെങ്കിൽ അവരോടും കൂട്ടിയെടുക്കുക. അല്ലെങ്കിൽ 2 മാസം കൂടി എടുത്ത് നമുക്ക് ഇവർ പാവപ്പെട്ട വനിതകളുടെ ഈ പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇത് ഞാൻ തീർത്തും പറയുന്നത് പാവപ്പെട്ട മറ്റേ വിധവകളായ സ്ത്രീകളോടും പറയുന്നത് ഇത് നിങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ചാലക്കുടി നഗരസഭ എടുത്തിട്ടുള്ളത്. ഒരു കാരണവശാലും സർക്കാരിന്റെ വീഴ്ചയല്ല, ഒരു ഉപഭോക്താക്കളുടെ വീഴ്ചയല്ല, നഗരസഭയുടെ വീഴ്ചയാണ്. നഗരസഭയുടെ മാത്രം വീഴ്ചയാണ്. അത് ചാലക്കുടി നഗരസഭ ചെയർമാനും ഭരണപക്ഷത്തെ കൗൺസിലർമാരും അറിഞ്ഞിട്ട് പോലും അത് മൂടി വെച്ചിട്ട് ഉള്ള പരിപാടിയായിരുന്നു. ഇത് അറിഞ്ഞതിന് ശേഷം 4 മാസം കിട്ടിയിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ 2 മണിക്കൂർ കൊണ്ട് ചെയ്തു എന്നുള്ള വീമ്പളിക്ക് നടക്കണേ. ആ 2 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 4 മാസം കിട്ടിയിട്ടും ചെയ്യാത്തതാണ് പാവപ്പെട്ട 400ഓളം പേരെ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. അത് വീണ്ടും അവരെ പറ്റിക്കാനുള്ള നിലപാടാണ് ചാലക്കുടി നഗരസഭ ചെയർമാൻ എടുത്തുകൊണ്ട് രാഷ്ട്രീയ കളി അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 3 ചെയർമാന്മാര് നമ്മുടെ ഈ ചാലക്കുടി നഗരസഭയിൽ കടന്നുപോയി. ആദ്യത്തെ ബഹുമാനായിട്ടുള്ള വി ഒ പൈലപ്പൻ കുറച്ചുകൂടി സൗമ്യരാണ് കാര്യങ്ങളെല്ലാം സംഭവം ശരി. വേറെ കാര്യമായിട്ടുള്ള വികസന പ്രവർത്തനം ചെയ്തില്ലെങ്കിലും വലിയ ഉപദ്രവം കാണാനില്ല. രണ്ടാമത്തെ ചെയർമാൻ എബി ജോർജ് വെച്ചിട്ടുണ്ടെങ്കിൽ വയലന്റ് ആണ്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് പൊട്ടിത്തെറിച്ച് വയലന്റ് ആണ്. നോടെ എന്നെ പ്രചരിപ്പിക്കുക. ആള് കൃത്യതയിൽ ഒരു കാര്യങ്ങൾ ചെയ്യാറില്ല. വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ചെയർമാൻ ബഹുമാനായിട്ടുള്ള ഷിബു വാലപ്പൻ താത്വിക ആചാര്യനെ പോലെ നടക്കുക, വളരെ സൗമ്യ ഭാഷയിൽ സംസാരിക്കുക. പക്ഷെ പറയണത് നോണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ. എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭ ഇന്ന് ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്തിനാണ് ഈ കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിയന്തര കൗൺസിൽ യോഗത്തിനാണ് ഇന്ന് ചാലക്കുടി നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത്. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട വിധവകളുടെ പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കൗൺസിലിൽ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് പണമെടുത്ത് അവർക്ക് പണം കൊടുക്കാനായിട്ടുള്ള ഒരു അനുമതിക്കായിട്ട് അതിന്റെ അപേക്ഷ സർക്കാരിലേക്ക് അയക്കുന്നതിന് വേണ്ടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ ഒരു തീരുമാനം കഴിഞ്ഞ കൗൺസിലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തീരുമാനം വായിക്കാം. ആ തീരുമാനം എങ്ങനെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചു. സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനുവരി മാസത്തെ പെൻഷൻ എത്രയും വേഗം ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് നഗരസഭാ തനത് ഫണ്ടിൽ നിന്നും താൽക്കാലികമായി അനുവദിക്കുന്നതിനും അനുമതിക്കായി സർക്കാരിലേക്ക് അയക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു. ഈ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിന് തീരുമാനിച്ചു. ഐക്യകണ്ഠേന തീരുമാനിച്ചു എന്നുള്ള വാക്കുതിലില്ല. പ്രതിപക്ഷ കൗൺസിലർമാരായിട്ടുള്ള LDFന്റെ കൗൺസിലർമാർ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, VJ ജോർജ്, ബിജി സദാനന്ദൻ എന്നിവർ അന്ന് ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞ പ്രധാന കാര്യം ഇത് നഗരസഭയുടെ കെടുകാര്യസ്ഥത കൊണ്ടുവന്ന ഒരു വിഷയം മാത്രമാണ്. പാവപ്പെട്ട വിധവകൾക്ക് അവരുടെ പെൻഷൻ നിഷേധിക്കാനായിട്ടുള്ള പ്രധാന കാരണം നഗരസഭയിലെ ജീവനക്കാരന്റെ ഇടപെടലില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കുറെ കൂടി കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി ഒരു ഇടപെടൽ ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മുടെ ഓണറേറിയം, നമുക്ക് മാസം കിട്ടുന്ന ഓണറേറിയം, ആ ഓണറേറിയം 2 മാസത്തെ തുക നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് ഈ ചാലക്കുടി നഗരസഭയിലെ 36 കൗൺസിലർമാർ വിചാരിച്ചാൽ ഈ പണം, നഷ്ടപ്പെട്ട പണം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 6 മാസത്തോളം ഈ കൗൺസിൽ ഭരണസമിതി ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിനിടയിൽ സർക്കാർ ഈ വിഷയം അംഗീകരിച്ചു വരുമെന്ന് ഉറപ്പില്ല. തനത് ഫണ്ടിൽ നിന്നും പണം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വിധവകളുടെ ദുഃഖം അത് കുറച്ചെങ്കിലും ശമനം കിട്ടാൻ ഇത്തരത്തിലുള്ള ഇടപെടൽ അനിവാര്യമല്ലേ എന്നുള്ളൊരു വിഷയമായിരുന്നു ചാലക്കുടി നഗരസഭ കഴിഞ്ഞ കൗൺസിലിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തിയത്. ഷിബു വാലപ്പൻ എന്ന് പറയുന്ന ചെയർമാനെ നമുക്കറിയാം. അദ്ദേഹം 20-25 വർഷത്തോളം ചാലക്കുടി നഗരസഭയിൽ കൗൺസിലർ ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമായിട്ടുള്ളൊരു അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം ജനകീയനായ ഒരു നേതാവാണ്. പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഇടതുപക്ഷക്കാർക്ക് പോലും അസൂയ ഉളവാക്കുന്ന രീതിയിൽ ഇടതുപക്ഷ സ്വഭാവത്തോടു കൂടി ജനകീയ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഏറ്റവും കൂടുതൽ ജനകീയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഷിബു വാലപ്പൻ. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ എങ്ങനെ ഈ വിഷയം ഉണ്ടായി? കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഷിബു വാലപ്പൻ ചെയർമാൻ ഉത്തരം പറയണം. ആരും ആരെയും രക്ഷപ്പെടുത്തേണ്ടതില്ല. ആരുടെ ഭരണകാലഘട്ടത്തിലാണ് ഇതിന് വീഴ്ച വന്നിട്ടുള്ളത്? സ്മാരകം നിർമ്മിക്കാൻ നടന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി ഇടപെടേണ്ടതായിരുന്നു. ഈ വിഷയങ്ങളൊന്നും തന്നെ ഷിബു വാലപ്പൻ പറയുന്നില്ല. അദ്ദേഹം ആരെയൊക്കെയോ സംരക്ഷിക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാര രീതിയും ഒക്കെ ഉണ്ടായത്. ഈ പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ച വിഷയം തീർച്ചയായിട്ടും അത് ഉചിതമായൊരു കാര്യമായിരുന്നു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നത്. പക്ഷേ എന്തുകൊണ്ടോ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ക്രെഡിറ്റോ LDFന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ ആ വിഷയം വളരെ തന്ത്രപൂർവ്വം ഷിബു വാലപ്പൻ എന്ന് പറയുന്ന ജനകീയനായ നേതാവ് ആ വിഷയം മാറ്റിവെച്ചു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അന്നെടുത്ത തീരുമാനം സെക്രട്ടറി ഇപ്പോൾ വിയോജനക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. 6 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ നഗരസഭാ സെക്രട്ടറി വിയോജനക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. ഈ വിയോജനക്കുറിപ്പോട് കൂടി ഇതിനെ മറികടന്നുകൊണ്ടൊരു തീരുമാനവുമായിട്ട് വീണ്ടും ഇത് അപേക്ഷയ്ക്ക് സർക്കാരിലേക്ക് പോയാൽ ഇത് അനുവദിച്ച് കിട്ടുമോ? ഈ ജീവനക്കാരന്റെ ഈ കെടുകാര്യസ്ഥത, അതിനെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കാൻ സാധിച്ചു? വെറും ഒരു നോട്ടീസിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ സബ്ജക്ട്? ഇതൊന്നും ഒരു വിഷയത്തിലും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലില്ലായ്മ ചാലക്കുടി നഗരസഭാ കൗൺസിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഷിബു വാലപ്പൻ എന്ന് പറയുന്ന ജനകീയ ചെയർമാന്റെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു വിഷയം ഉയർന്നു വന്നതും അത് ആ വിഷയം പരിഹരിക്കപ്പെടാത്ത രീതിയിൽ
കേവലം ചില വാശികളുടെ പിൻപുറത്ത് ഈ വിഷയം പരിഹരിക്കപ്പെടാതെ പോകുന്നത് ഒട്ടും ഭൂഷണമല്ല. പെൻഷൻ കിട്ടാത്ത നിരവധി പേര് എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു, എന്നാ ഇനി പെൻഷൻ കിട്ടാൻ നഗരസഭ ഫണ്ട് അനുവദിച്ചല്ലോ, തനത് ഫണ്ടിൽ നിന്ന് എടുത്ത് നഗരസഭ അനുവദിച്ചല്ലോ, എന്നാ കിട്ടാന്നുള്ളത് ചോദിച്ചു. അപ്പൊ എന്നോട് വിളിച്ചോടൊക്കെ ഞാൻ പറഞ്ഞു അത് സർക്കാരിലേക്ക് അയക്കും, സർക്കാരിലേക്ക് അയച്ചതിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പാവപ്പെട്ട വിധവകളുടെയും അഭിഭാഷകരുടെയും നഗരസഭയ്ക്ക് അവരെ കണ്ണീര് വീണെന്ന്. അതായത് വിഷു ഈസ്റ്റർ ദിനത്തിൽ കേരള സർക്കാർ അവർക്ക് നിർധനായ യുവതിക്ക് ഒരു 1600 രൂപ ഒരു വിഷു ദിനത്തിൽ ഇടുമ്പോൾ പച്ചക്കറിയും അല്ലെങ്കിൽ ഇഷ്ടദിനത്തിലും അവരെ നോമ്പ് വിടാനായിട്ടുള്ള ഒരു മാർഗമായിരുന്നു. ആ ഒരു ഇതിലാണ് ചാലക്കുടി നഗരസഭയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും, അതായത് അത് അറിഞ്ഞിട്ടും അത് വിധവകളായ സ്ത്രീകൾ അത് മസ്റ്ററിങ്, അതായത് വർഷം വർഷം പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് പോലും അത് 4 മാസം കിട്ടിയിട്ടും കഴിഞ്ഞ ഡിസംബർ 31 തീയതിക്കുള്ളിൽ തീർക്കേണ്ടതായിരുന്നു സർക്കാർ വീണ്ടും വീണ്ടും നീട്ടിക്കൊടുത്തു. എന്നിട്ട് പോലും ചെയ്യാൻ സാധിക്കാത്തതാണ്. അത് അറിയാണ്ടൊരു തെറ്റ് വേണമെങ്കിൽ നമുക്ക് അതിനെ തള്ളികളയാൻ വയ്ക്കാം. ഇത് അറിഞ്ഞ ഒരു തെറ്റാണ്. നഗരസഭയുടെ ചെയർമാൻ സ്വയം എനിക്ക് പറ്റിയ തെറ്റാണെന്ന് കൗൺസിലിൽ പറയുകയും ചെയ്തു. ഇത് നിസ്സാര ഒരു സംഭവമല്ല. എന്നിട്ട് സർക്കാരിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അല്ല, ഈ തീരുമാനം ഒരിക്കലും ഇത് എടുക്കാൻ സാധിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇത് 20-25 വർഷമായിട്ട് കൗൺസിലുള്ള ആൾക്കാരാണ്, 30 വർഷമായിട്ടുള്ളവരുണ്ട്, എല്ലാവർക്കും അറിയാം ഇത് നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇത് പാവപ്പെട്ട ജനങ്ങളെ, അതായത് വിധവകളായ സ്ത്രീകളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇതേ നിലപാടാണ് ആശാവർക്കർമാരും എടുത്തിട്ടുള്ളത്. പാവപ്പെട്ട ആശാവർക്കർമാരും വിചാരിച്ചിരിക്കുന്നത് എന്തൊരു നല്ല മുനിസിപ്പാലിറ്റിന്ന് അല്ലെങ്കിൽ എന്തൊരു നല്ല ചെയർമാനെന്ന് വിചാരിച്ചിരിക്കുന്നത്. 30-25 വർഷമായിട്ട് കൗൺസിലുള്ള വ്യക്തികളാണ് ഇവർക്കറിയാം ഇതേവരെ ഇങ്ങനെ ഒരു സാങ്ഷൻ കിട്ടൂല എന്നറിയാം. കിട്ടട്ടെ, ഞങ്ങൾ അതുകൊണ്ടാണ് ഇതിനെ എതിർക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഇതാ ബഹുമാനപ്പെട്ട ചാലക്കുടി നഗരസഭ സെക്രട്ടറി ഇതിനെ വിയോജിപ്പിരിക്കുകയാണ്. ഞാൻ ഇതിൽ ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കൗൺസിൽ വെച്ചേക്കാണ്. ഇനി വീണ്ടും സെക്രട്ടറിയുടെ വിയോജിപ്പോടുകൂടി അയക്കണം. സെക്രട്ടറി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാലക്കുടി നഗരസഭയിൽ ഒരു വണ്ടി മേടിച്ചു. ഈ ആദ്യത്തെ 1.5 കൊല്ലം ചെയർമാൻ വരുമ്പോൾ അദ്ദേഹം ഇന്ന് ചെയർമാൻ ആയിരിക്കണം, അന്ന് പുതിയ വണ്ടി വേണം, അദ്ദേഹം പുതിയ വണ്ടിയിലെ യാത്രയുള്ളൂ. അദ്ദേഹം വന്നപ്പോ വണ്ടി മേടിച്ചപ്പോ അന്ന് 30 കൗൺസിലർമാര് അതിന് യോജിച്ചു. ഞങ്ങൾ 6 പേര് വിയോജിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, സെക്രട്ടറി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ അതിന്റെ ഫണ്ട് സെക്രട്ടറി ഇവർ അടയ്ക്കാൻ പറഞ്ഞു വന്നേക്കാണ്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവര് സഞ്ചരിച്ചവർ കൊടുക്കട്ടെ. ഇതില് ഞങ്ങൾ ചെയർമാനോട് കാര്യം പറഞ്ഞു, നഗരസഭയുടെ വീഴ്ച ഞങ്ങളുടെ കൂടി വീഴ്ചയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങളെ 8 പേരുണ്ട് കൗൺസിലിൽ, ഞങ്ങളുടെ പ്രതിപക്ഷത്തുള്ളവർ. ഞങ്ങളുടെ ഒരു മാസത്തെ ഓണറേറിയം തരാം, ബാക്കി അവർ 28 പേരുണ്ടെങ്കിൽ അവരെടുക്കാം. ഉദ്യോഗസ്ഥർ പലരും അതിനോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ട് അവരും കുറേശ്ശെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് എടുത്ത് ഈ ഓണറേറിയം കൊടുക്കുന്നതിന്റെ എന്താ കുഴപ്പമുള്ളത്? അപ്പോൾ കഴിഞ്ഞ ഈ കൗൺസിൽ യോഗത്തിൽ ഇതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഈ വിധവകളെന്ന് വെച്ചാൽ അവർ ഈ 1600 രൂപ കൊണ്ടാണ് അവരെ മരുന്ന് വാങ്ങിക്കലും അവരുടെ ഓരോ ദിവസം ചെലവുകൾക്കായിട്ടൊക്കെ ചെലവഴിച്ച് ജീവിച്ചു പോകുന്നത്. ആ വിധവകളുടെ കണ്ണീരിൻ്റെ ബലമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം പറഞ്ഞു നമ്മൾ ഇവരുടെ കാശ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പറ്റി വീഴ്ചയാണ്, നമുക്ക് പറ്റി വെച്ചാൽ ഭരണകക്ഷിക്ക് പറ്റി വീഴ്ചയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകക്ഷിയിലെ 28 പേരാണ് ഈ കാശ് മുടക്കേണ്ടത്. പക്ഷെ അതല്ല, ഞങ്ങളും കൂടി നിങ്ങളൊപ്പം ചേരുന്നു. ഞങ്ങളുടെ ഈ ഓണറേറിയം ഓരോ മാസവും ഏകദേശം 9000 രൂപയോളം ഓണറേറിയം കിട്ടുന്നുണ്ട്. ആ 9000 രൂപ ആ 2 മാസം ഞങ്ങൾ ഒരു രൂപ എടുക്കാതെ ഞങ്ങൾ ആ 2 മാസത്തെ കാശ് ഈ വിധവകളുടെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തരാൻ തയ്യാറാണ്. ഞങ്ങൾ ഐകണ്ഠനെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളത് എഴുതിയും കൊടുത്തിട്ടുണ്ട്, ചാലക്കുടി നഗരസഭ സെക്രട്ടറിക്ക് എഴുതിയും കൊടുത്തിട്ടുണ്ട്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു പുനർചിന്തനം നടത്തി ഇവർക്ക് ആ ക്യാഷ് കൊടുത്താൽ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പോകും, അവരെടുത്തോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ചാലക്കുടി നഗരസഭ ചെയർമാൻ അതൊരു ജാളിതായിട്ട് തോന്നുന്നു. കാരണം വെച്ചാൽ അത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ LDF പോകും. ഇതിൽ അങ്ങനെ ക്രെഡിറ്റിൻ്റെ വിഷയമില്ല. നിങ്ങളുടെ വീഴ്ച നിങ്ങൾ സമ്മതിച്ചു, കൗൺസിൽ യോഗത്തിൽ സമ്മതിച്ചു, ചെയർമാൻ സമ്മതിച്ചു, ഞങ്ങൾക്ക് വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ചു. അപ്പോൾ അത് നിങ്ങൾ കൂടി 2 മാസത്തെ കാശ് പോട്ടെ എന്ന് വെക്കണം. കൗൺസിൽ അവസാനിക്കാൻ ഞാൻ 6 മാസമുള്ളൂ. 2 മാസത്തെ കാശ് പോട്ടെ. ഇവിടെ ഞങ്ങളുടെ ഇടയിലും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൗൺസിലർമാരുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കൗൺസിലർമാരുണ്ട്. പക്ഷേ അവർ അടക്കം സന്തോഷത്തിൽ ഈ കാശ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. ചെയർമാൻ പറയുന്നത് നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് ഈ കാശ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് കേരളത്തിലുള്ള ഏത് പൗരനറിയാം നഗരസഭയുടെ ഓൺ ഫണ്ടിൽ നിന്ന് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ പെൻഷൻ കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം അറിഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ, ഈ വിധവകളെയും ഈ ചാലക്കുടിയുള്ള ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ ചെയർമാൻ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ പറയുന്നത് ഓൺ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നു പറയുന്നത്. ഇപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറി പറയുന്നത് ഞാൻ ചെക്കിൽ ഒപ്പിടില്ല, ചെക്കിൽ ഞാൻ ഒപ്പിടില്ല, അതിൽ വിയോജന കുറിപ്പുണ്ട്, ഇത് നിയമവിരുദ്ധമാണ്, കൊടുക്കാൻ പറ്റില്ലെന്ന് മറ്റേ മുനിസിപ്പൽ സെക്രട്ടറി പറഞ്ഞേക്കണം. അപ്പോൾ വീണ്ടും കൗൺസിൽ യോഗം വിളിച്ചേക്കണം. ഇത് എങ്ങനെ ഇനി മറികടക്കാൻ പറ്റുന്നുള്ളൂ. ഇനി വീണ്ടും അതിൽ നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കും. ഇപ്പോൾ നമ്മൾ ആശാ വർക്കർമാർക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു, നഗരസഭ ഓൺ ഫണ്ടിന് കൊടുക്കുന്നു പറഞ്ഞു. ഓൺ ഫണ്ടിന് കൊടുക്കാൻ വകുപ്പില്ല, വ്യക്തമായിട്ട് നിയമമുണ്ട്. ഒരു നഗരസഭാ സെക്രട്ടറിയും ചെക്ക് എഴുതി ഒപ്പിടാൻ തയ്യാറാവില്ല. അവർക്ക് കാശ് കൊടുക്കണം എന്ന അഭിപ്രായമുള്ള ആൾക്കാരാണ് നമ്മൾ. ആശാ വർക്കർമാർക്ക് കൊടുക്കാൻ എല്ലാ വകുപ്പിനിൽ കൊടുക്കണം, പക്ഷെ കൊടുക്കാൻ വകുപ്പില്ല. അതോടൊപ്പം തന്നെ ഈ വിധവകൾക്ക് ഈ പെൻഷൻ കൊടുക്കാൻ നഗരസഭയിൽ നിന്ന് കൊടുക്കാൻ വകുപ്പില്ല. ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട്, ആ നിയമം അനുസരിച്ചിട്ടേ പോകുള്ളൂ. എന്തിന് ജനങ്ങൾ ഇങ്ങനെ വിട്ടിയാക്കണം? തീർച്ചയായിട്ടും ഇന്ന് അടിയന്തര കൗൺസിൽ വിളിച്ചിരുന്നു. നമുക്കറിയാം ഒരു വിഷയം, ആ വിഷയത്തിന്റെ ഗതി എന്തായിരിക്കും എന്നുള്ളതിൽ ഏകദേശം ഒരു 90% ഉറപ്പുള്ള കാര്യത്തിൽ എന്തിനാണ്
ഈ സമയവും മറ്റും നഷ്ടപ്പെടുത്തി ഈ അടിയന്തര കൗൺസിലുകൾ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്? എന്താണ് ഉചിതമായി തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷേ അത്തരത്തിലൊരു ഇടപെടൽ ഇല്ലായ്മ ഷിബു ആലപ്പൻ എന്ന ചെയർമാന്റെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം എവിടെയൊക്കെയോ ആരൊക്കെയോ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പാവപ്പെട്ട വിധവകളുടെ പെൻഷൻ നഷ്ടപ്പെടാനായിട്ടുള്ള കാരണം, അതിന്റെ ഉത്തരവാദിത്തം ഈ ചാലക്കുടി നഗരസഭയുടേതാണ്. ഈ നഗരസഭയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എന്റെ വലിയ പിഴ മാപ്പ്, ഞാൻ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ജനകീയ നേതാവാണ് ഷിബു ആലപ്പൻ. അങ്ങനെയുള്ള ജനകീയ നേതാവാണെങ്കിൽ ഈ വിഷയം പരിഹരിക്കാനായിട്ട് ഉചിതമായ കോണുകളിൽ നിന്നും വരുന്ന ആശയങ്ങളെയും ഷിബു ആലപ്പൻ എന്ന ചെയർമാൻ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നുള്ളൊരു ഗൗരവമായ ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. അടിയന്തര കൗൺസിലുകൾ ഇനിയും വിളിച്ചു ചേർക്കപ്പെടട്ടെ. പാവപ്പെട്ട വിധവകളുടെ ദുഃഖം എങ്ങനെ ശമിക്കും?